സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചാലും സ്വതന്ത്രനായി മത്സരിക്കാനില്ലെന്ന് കെ സുധാകരൻ. പാർട്ടിയെ വെല്ലുവിളിക്കാനില്ല, പാർട്ടിക്ക് വിധേയനായി തുടരും. കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുമെന്നും സുധാകരൻ പറഞ്ഞു. നിലപാട് പാർട്ടിയിൽ കണ്ടിന്യൂ ചെയ്യും, പ്രവർത്തിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തന രംഗമായിട്ട് മുമ്പോട്ട് പോകും. പാർട്ടി തുടരാണ്ട് പിന്നെ ഞാനെവിടെയാ കൊണ്ട് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത് കൊണ്ട് പാർട്ടിയുടെ അകത്ത് നിഷേധിച്ചില്ലല്ലോ, പാർട്ടിയിൽ നിന്ന് പുറത്തൊന്നും ആക്കിയിട്ടില്ലല്ലോ. സ്വതന്ത്രമായി മത്സരിക്കില്ല. പാർട്ടിയുടെ അംഗീകാരം കിട്ടുമെങ്കിൽ മത്സരിക്കും, ഇല്ലെങ്കിൽ ഇല്ല. അല്ലാടി എന്റെ ആളുകളുണ്ട്. അത് കമ്മിറ്റി ഉണ്ടാക്കാനും നേതാക്കന്മാരെ ഉണ്ടാക്കാനൊന്നുമല്ല, അത് പാർട്ടിക്ക് വേണ്ടിയുള്ള പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. വെല്ലുവിളിക്കാനൊന്നും ഞാനില്ല. പാർട്ടി എത്രയോ വലുതാണ്, ഞാൻ എത്രയോ ചെറുതാണ്. ഞാൻ എന്ത് പാർട്ടിയെ വെല്ലുവിളിക്കാനാണ്? ഞാൻ പാർട്ടിക്ക് വിധേയമായി നിൽക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. അതനുസരിച്ച് മുൻപോട്ട് ഞാൻ പോകും. ദില്ലിയിൽ നിന്നും സുധാകരൻ കേരളത്തിലേക്ക് മടങ്ങി. സീറ്റ് നിഷേധിച്ചതിൽ കടുത്ത നിലപാടിലായിരുന്ന സുധാകരൻ അവസാന നിമിഷം മയപ്പെട്ടത് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഒറ്റ ഫോൺ കോളിലാണ്. തൽക്കാലം കടുത്ത പ്രതികരണം വേണ്ടെന്നും എല്ലാത്തിനും പരിഹാരമുണ്ടാക്കാമെന്നും സുധാകരനോട് ഖാർഗെ പറഞ്ഞതായി സൂചന. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പട്ടിക രണ്ടാം ഘട്ടം പുറത്തുവരാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 100 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിട്ടില്ല. റോഷിപ്പാലും നോബൽ ബാരിക്കാരനും അർജുൻ കല്യാണുമുണ്ട് തത്സമയം. ആദ്യം റോഷിപ്പാലിലേക്ക്. റോഷിപ്പാൽ, സുധാകരൻ അയഞ്ഞതോ അതോ സുധാകരൻ പറഞ്ഞ റിജിൽ മാക്കുറ്റിയെ പോലെയുള്ളവരെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാമെന്നുള്ള ഉറപ്പ് കിട്ടിയതോ? എന്താണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്? ഇപ്പോഴും പട്ടിക പുറത്തു വന്നിട്ടില്ല. ആ പട്ടികയിൽ എന്തും സംഭവിക്കാം. പക്ഷേ ടി.ഒ. മോഹനു വേണ്ടി കണ്ണൂരിൽ കെ സുധാകരൻ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്താണ് സംഭവിച്ചത് അവസാന മണിക്കൂറുകളിൽ? റോഷിപ്പാൽ. അരുൺകുമാർ, ദില്ലിയിൽ നിന്നും കേരളത്തിലേക്ക് തിരിക്കാനിരുന്ന സുധാകരൻ തന്റെ വസതിക്ക് താഴെ നിൽക്കുന്ന മാധ്യമപ്രവർത്തകരോട് തന്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുമെന്ന സൂചന നൽകിയിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിലെത്തി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും, ഒപ്പം പ്രവർത്തക സമിതി അംഗത്വം രാജിവെക്കും. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ദില്ലിയിൽ നിന്നും കേരളത്തിലേക്ക് തിരിക്കാനായിരുന്നു പ്ലാൻ. അതിനിടയിലാണ് അപകടം മണത്ത കോൺഗ്രസ് നേതൃത്വം മല്ലികാർജ്ജുൻ ഖാർഗെ വഴിയുള്ള അനുനയ നീക്കം നടത്തിയത്. അത് പ്രാഥമികമായി വിജയിച്ചെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയും. ആദ്യഘട്ടം മുതൽ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയോ രാഹുൽ ഗാന്ധിയോ ഇടപെട്ടാൽ ഒരുപക്ഷെ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുമെന്ന സൂചനയുണ്ടായിരുന്നു. പക്ഷേ അവർ ഇടപെട്ടിരുന്നില്ല. കാരണം കെ സുധാകരനുമായി സംസാരിച്ചാൽ കെ സുധാകരൻ കടുത്ത നിലപാടിലാണ്. പാർലമെന്റിൽ അംഗമായ കെ സുധാകരന് മാത്രം ഇളവ് നൽകാൻ കഴിയില്ല എന്ന ഒറ്റ നിലപാട് ഖാർഗെ സ്വീകരിക്കുകയും ആ കാര്യം കെ സുധാകരനെ മറ്റു പല നേതാക്കൾ വഴി അറിയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് പിന്നീട് അങ്ങനെ ഇടപെടേണ്ടതില്ല എന്നൊരു കരുതലായിരുന്നു. പ്രത്യേകിച്ച് കെ സുധാകരൻ പാർട്ടി അപകടത്തിലാക്കില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം കണക്കാക്കി. പക്ഷേ ദില്ലിയിൽ നിന്നും മടങ്ങുന്നു എന്ന സൂചന അത് അപകട സൂചനയായി തന്നെ കോൺഗ്രസ് നേതൃത്വം കരുതി. അതാണ് പെട്ടെന്ന് ഇടപെട്ടത്. ഖാർഗെ പറഞ്ഞത് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന വാക്കാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാം, സുധാകരൻ മാധ്യമങ്ങളെ കണ്ട പാർട്ടി അപകടത്തിലാക്കരുത്, ഈ കാര്യങ്ങൾ പറഞ്ഞു. അത് ആ ഒരു നിർദ്ദേശങ്ങൾ ആ പറഞ്ഞ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഒന്നും പ്രതികരിക്കാതെ മടങ്ങി. ഇനി കണ്ണൂരിൽ എത്തിക്കഴിഞ്ഞാൽ കെ സുധാകരൻ നാളെ പ്രവർത്തകരുമായി ആലോചിച്ച് മറ്റ് തീരുമാനങ്ങൾ എടുക്കുമോ എന്ന് വ്യക്തമല്ല. എന്തായാലും പാർട്ടിക്ക് വഴങ്ങുമെന്ന സൂചന വന്നെങ്കിലും എന്തോ പ്രധാനപ്പെട്ട ഒരു കാര്യം ഖാർഗെ പറഞ്ഞിട്ടുണ്ടാകാം. അത് നിർദ്ദേശമായിരിക്കാം, അല്ലെങ്കിൽ വാഗ്ദാനമായിരിക്കാം. അതെന്താണെന്ന് ഒരുപക്ഷെ നാളെയൊക്കെ നമുക്ക് വ്യക്തമാകും. ദില്ലിയിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം വീണ്ടും ഒരുപക്ഷെ ഖാർഗെയുമായുള്ള ആശയവിനിമയം നടക്കാൻ സാധ്യതയുണ്ട്. അത് കെ സുധാകരനും ഖാർഗെയും തമ്മിൽ മാത്രമുള്ള ആശയവിനിമയമാണ്. അതിനിടയിൽ എന്തൊക്കെയാണ് പുരോഗതി ഉണ്ടാകുക, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് വ്യക്തമല്ല. ടി.ഒ. മോഹനെ കെ സുധാകരൻ അംഗീകരിക്കുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയെങ്കിൽ മറ്റാരുടെയെങ്കിലും പേര്, പ്രത്യേകിച്ച് മുൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനായ റിജിൽ മാക്കുറ്റി, അല്ലെങ്കിൽ KSU സംസ്ഥാന ഉപാധ്യക്ഷൻ ഷമ്മാസ്, അങ്ങനെ ആരുടെയെങ്കിലും പേര് കണ്ണൂർ മണ്ഡലത്തിലേക്ക് കെ സുധാകരൻ നിർദ്ദേശിച്ചിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കെ സുധാകരന്റെ വാക്കുകൾ പരിഗണിക്കാതെ ഇനി വീണ്ടും കെ സുധാകരനെ പിണക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകില്ല. കാരണം അല്പസമയത്തിനുള്ളിൽ ഒരു പക്ഷേ രണ്ടാം ഘട്ട ലിസ്റ്റ് പുറത്തു വന്നേക്കാം. നമുക്കൊപ്പം അർജുൻ കല്യാണും ഒപ്പം നോബൽ ബാരിക്കാരനുമുണ്ട്. നോബൽ ബാരിക്കാരൻ, അവസാന നിമിഷം ഗോദാവരിയിലേക്ക് വന്ന ഒരു ഫോൺ കോൾ അത് മല്ലികാർജ്ജുൻ ഖർഗെയുടേതായിരുന്നു. കാത്തിരിക്കാനാണ് നിർദ്ദേശം ലഭിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തൽക്കാലം ഒരു വെല്ലുവിളിക്കൊന്നും കെ സുധാകരനില്ല. വഴങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു കെ സുധാകരൻ എന്നുള്ളതാണ്. അത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഉദ്യോഗജനകമായ ചോദ്യം. കെ സുധാകരൻ പറയുന്ന ഒരാളെ പട്ടികയിൽ ചേർക്കാമെന്നുള്ള ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫോർമുലകളുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ കെ സുധാകരന്റെ സ്റ്റേറ്റ്മെന്റ് വളരെ ക്ലിയർ ആണ്. താൻ പാർട്ടിക്ക് വിധേയനാണ്, പാർട്ടി എത്രയോ വലുത്, ഞാൻ എത്രയോ ചെറുത് എന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. ഏകദേശം 2 ദിവസത്തോളം നീണ്ട മുൾമുനയിൽ നിർത്തിയ ഈ നാടകത്തിന്റെ അന്ത്യം
എങ്ങനെയാണ് ഇങ്ങനെ പര്യവസാനിച്ചത്? നോബിൾ. അരുൺ, നമ്മൾ സൂചിപ്പിച്ചു തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ആ ഫോൺ കോൾ തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. കാരണം കെ സുധാകരനും അദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്ന ആളുകളും കടുത്ത നിലപാടിലായിരുന്നു ഉണ്ടായത്. കാരണം പ്രധാനമായും ഇന്ന് രാവിലെ ഈ സ്ഥാനത്തുമായി ബന്ധപ്പെട്ട് ടി.ഒ. മോഹന്റെ സ്ഥാനത്തുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾക്ക് പിന്നാലെ കെ സുധാകരൻ ക്യാമ്പ് വലിയ തരത്തിൽ പ്രതിഷേധത്തിലായിരുന്നു. കെ സുധാകരൻ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, പാർട്ടി ഉണ്ടാക്കുന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചർച്ചകളിലേക്ക് വന്നിരുന്നു എന്നാണ് നമുക്ക് വിവരമുള്ളത്. അതിന് പിന്നാലെയാണ് നേതൃത്വം ഇടപെടുകയും പരിഗണിക്കാമെന്ന വാഗ്ദാനം നൽകുകയും ചെയ്ത് അത് തെറ്റിയതോടെ വീണ്ടും കെ സുധാകരൻ ഇടഞ്ഞു. അതിനിടയിലാണ് ഇപ്പോൾ വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് കെ സുധാകരൻ മാധ്യമങ്ങളെ കാണും എന്ന് വ്യക്തമാക്കിയത്. ആ ഘട്ടത്തിൽ വന്ന മല്ലികാർജ്ജുൻ ഖാർഗെയുടെ കോളിൽ കൃത്യമായി തന്നെ അനുനയ നീക്കം ഉണ്ടായിരുന്നു. എന്തോ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു ഉറപ്പ് കെ സുധാകരൻ നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് വിവരമുള്ളത്. റിജിൽ മാക്കുറ്റിയുടെ അടക്കം പേര് പരിഗണനയിലേക്ക് നൽകിയിട്ടുണ്ട് എന്ന വിവരം പുറത്തേക്ക് വരുന്നു. പക്ഷേ ആ പേരായിരിക്കുമോ കണ്ണൂരിൽ പരിഗണിക്കാൻ പോകുന്നത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി ഏറെ വൈകിയും പ്രത്യേകിച്ച് പുലർച്ചെ 2:30 വരെയാണ് ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഉണ്ടായത്. ആ യോഗത്തിൽ നടത്തിയ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് അവിടെ പ്രഖ്യാപിച്ച പേരുകളിൽ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ടി.ഒ. മോഹൻ തന്നെയായിരിക്കും. പക്ഷേ മറ്റെന്തെങ്കിലും അനുനയ നീക്കങ്ങൾ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന വലിയ ആകാംക്ഷയുണ്ട്. കാരണം വളരെ തന്മയത്തോടെ ഒരു കോൺഗ്രസ് മാനായാണ് കെ സുധാകരൻ വൈകിട്ട് സംസാരിച്ചത്. പാർട്ടിക്ക് ഒപ്പമാണ് താൻ, പാർട്ടി എത്രയോ വലുത്, താൻ എത്രയോ ചെറുത്, പാർട്ടി സ്ഥാനത്ത് നൽകിയില്ലെങ്കിലും പാർട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കും എന്നടക്കമുള്ള നിലപാടുകൾ അദ്ദേഹം വ്യക്തമാക്കി. ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ച സ്ഥലത്ത് കൃത്യമായ ഒരു കോൺഗ്രസുകാരനായി മാറുന്ന കാഴ്ചയാണ് കെ സുധാകരൻ കാണാൻ കഴിഞ്ഞത്. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായി കെ സുധാകരൻ മാറിയിരിക്കുന്നു. തീർച്ചയായും അതിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ആ ഫോൺ കോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഫോൺ കോളിൽ കൃത്യമായി തന്നെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പരിശോധിക്കാമെന്ന് നിർദ്ദേശം നൽകി. അതോടൊപ്പം അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പരിഭവങ്ങളെ പരിഹരിച്ചുകൊണ്ട് ഒപ്പം നിർത്താനുള്ള നീക്കം എടുത്തിരിക്കുന്നു. എന്താണെങ്കിൽ നിരവധി സാഹചര്യത്തിൽ കെ സുധാകരൻ പൂർണ്ണമായും പാർട്ടിക്ക് വിധേയനായി അത്തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ കണ്ണൂരിലെത്തി അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പ്രധാനപ്പെട്ടതാണ്. കണ്ണൂരിൽ അദ്ദേഹത്തിന്റെ അനുയായികളെ വിളിക്കുന്നുണ്ട്, അതിനുശേഷം അവരുമായി സംസാരിക്കുന്നുണ്ട്.